ഒരു സ്റ്റേഡിയത്തിൽ സ്റ്റംപ് ഫിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടല്ലേ. അവർ ഫിക്സ് ചെയ്ത ആ ഒരു സ്റ്റംപ്സ് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് മക്കളെ. ഈ 3 സ്റ്റംപ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും തുല്യമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് ഇതുപോലെ മറ്റ് കുറച്ച് പിക്ചേഴ്സ് ഒന്ന് നോക്കിയാലോ. യെസ്, ഏറ്റവും ആദ്യം നമുക്ക് തന്നിരിക്കുന്നു ഒരു റണ്ണിങ് ട്രാക്ക് ആണ് തന്നിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഓട്ടക്കാരൊക്കെ ഓടുന്ന ആ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് വച്ചിട്ട് മാർക്ക് ചെയ്ത് കൃത്യം ഡിസ്റ്റൻസിൽ അവരെ ഓരോരുത്തരെയും അളന്നളന്ന് ഓരോ ട്രാക്കിലായിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്ത പിക്ചർ ഒന്ന് നോക്കാം. യെസ്, ദ സെക്കൻഡ് വൺ ഇസ് സീബ്ര ക്രോസിംഗ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സീബ്ര ക്രോസിംഗ് ലൈൻ ആണല്ലേ. ഇവര് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നോക്കിയിടാ തുല്യമായിട്ടായിരിക്കും. ഈ ഓരോ വൈറ്റ് ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ആൻഡ് ദി ലാസ്റ്റ് വൺ നമുക്ക് തന്നിരിക്കുന്നു. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഗതിയാണല്ലേ, നമ്മുടെ പോസ്റ്റിൽ പോയിരിക്കുന്ന ഇലക്ട്രിക് ലൈൻസ്. ഈ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയിടാ ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അത് കൂടാതെ ഈ പറയുന്ന ലൈൻസ് ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ പരസ്പരം കൂട്ടിമുട്ടാത്തതും അവർക്കിടയിൽ തുല്യമായിട്ടുള്ള അകലം പാലിക്കുന്നതുമായിട്ടുള്ള ലൈൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് നമുക്ക് അവയെ വിളിക്കാവുന്നതാണ്.